ത്തിന് വേണ്ടി ഇത് ചെയ്തു എന്നൊന്നും പറയുന്നില്ല. പക്ഷേ അവർ ഇപ്പോൾ ശ്രീ രാഹുൽ ഈശ്വർ ഇവിടെ അമീർ പറഞ്ഞതനുസരിച്ച് നോക്കുകയാണെങ്കിൽ അവർ സമ്മർദ്ദത്തിന് അടിപ്പെടുകയാണ്. അതായത് ഇസ്ലാം മത വിശ്വാസികൾ പൊതുവേദികളിൽ, പ്രത്യേകിച്ച് ജനപ്രതിനിധികൾ പൊതുവേദികളിൽ സമ്മർദ്ദത്തിന് അടിപ്പെടുകയാണ് നിലവിളക്ക് കൊളുത്താൻ പോകുന്ന ഘട്ടത്തിൽ എന്നാണ്. അങ്ങനെയൊന്നുണ്ടോ? ഇത് ചേരമൻ പെരുമാൾ പള്ളിയിലുള്ള വളരെ മനോഹരമായ ഒരു നിലവിളക്കാണ്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ കാലത്തിൽ തന്നെ അദ്ദേഹത്തെ പോയി കണ്ടു നമ്മുടെ ചേരമൻ രാജാവെന്നും അതിനുശേഷം തിരിച്ചെത്തിയെന്നും ഒക്കെയാണ് നമ്മുടെ ചരിത്രവും ഐതിഹ്യവും പറയുന്നത്. അബ്ദുൽ കലാം ഒക്കെ വന്ന് പ്രാർത്ഥിച്ചിട്ടുള്ള പള്ളിയാണ്. ഇന്ത്യയിലെ, ഒരുപക്ഷെ ഏഷ്യയിലെ, ലോകത്തിലെ ഏറ്റവും പ്രാചീന പള്ളികളിലൊന്നിൽ ഇപ്പോഴും വിളക്കുണ്ടെങ്കിൽ നമുക്ക് ഈ വിളക്കിനോട് എതിർപ്പുണ്ടെന്ന് എന്തെങ്കിലും കാര്യമുണ്ടോ? ആ വിളക്കിൽ സരസ്വതിയും വിഷ്ണുവും ഭഗവാൻ ശിവനും അല്ലെങ്കിൽ ബ്രഹ്മാവും ഒക്കെ ഉണ്ടെന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? ഇനിയും ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം രാജ്യമായ ഇന്തോനേഷ്യ, ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം രാജ്യമായ ഇന്തോനേഷ്യയിൽ റമസാനിലെ 27-ാം രാവിൽ അവർക്ക് ഫെസ്റ്റിവൽ ലാംബു കൊലോക്ക് എന്നൊരു കാര്യമുണ്ട്. അവിടെ വിളക്ക് കത്തിക്കുന്നതാണ്, അല്ലെങ്കിൽ നിലവിളക്ക് കത്തിക്കുന്നതാണ്. അവർക്കും ഈ ഇന്ത്യൻ സംസ്കാരത്തോട് വളരെ പൈതൃകമായി ചേർന്ന് നിൽക്കുന്നതാണ്. അപ്പം നമ്മുടെ നാട്ടിൽ സാംസ്കാരികപരമായി കുറേ ഒരുമകളുണ്ട്. ഉദാഹരണം, നമ്മളെല്ലാം സൺഡേ ഹോളിഡേ ആയിട്ടാണ് കൊടുക്കുന്നത്. ഇത് ശരിക്കും ഒരു ജൂഡിയോ ക്രിസ്ത്യൻ സംസ്കാരത്തിൽ നിന്ന് വരുന്നതാണ്. ദൈവം റെസ്റ്റ് ചെയ്ത ദിവസമാണെന്നാണ്. ഞാൻ ക്രിസ്ത്യൻ സംസ്കാരത്തെ അംഗീകരിക്കില്ല, അതുകൊണ്ട് സൺഡേ ഞാൻ ഹോളിഡേ എടുക്കില്ല എന്ന് ആരും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന്റെ കാര്യം, എല്ലാ സംസ്കാരങ്ങളെയും നമുക്ക് നമ്മുടെ വിശ്വാസത്തെ ഒട്ടും ഡൈല്യൂട്ട് ചെയ്യണമെന്ന് ആരും പറയുന്നില്ല. ഇവിടെ ഫാത്തിമ തഹ്ലിയ ഒരു അമ്പലത്തിലോ അമ്പലത്തിന്റെ ചടങ്ങിൽ ഇപ്പം മമ്മൂട്ടി വിളക്കൊളുത്തിയോ നമ്മുടെ എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിൽ നിന്ന് വിളക്കൊളുത്തിയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇവിടെ ഫാത്തിമ ഒരു റെസ്റ്റോറൻറ്റിന്റെ ഉദ്ഘാടനത്തിന്, ഒരു കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ഉദ്ഘാടനത്തിന് ഒരു ചടങ്ങ് ചെയ്യുന്നു. ഇത് നടയാകാം, ലാപ്ടോപ്പിൽ കുത്തുന്നതാകാം. ഇനിയും രണ്ട് ഇസ്ലാമിക് ജൂറിസ്പ്രുഡൻസ് പോലെ ഇങ്ങനെ 1-2 വിവാദങ്ങൾ പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ചൊന്ന് റിസർച്ച് ചെയ്തിരുന്നു. അവർ പറയുന്നത്, പ്രൊനൗൺസിയേഷൻ ശരിയാണെങ്കിൽ കറക്റ്റ് ചെയ്യാം, അൽ ഉമൂറു ബി മഖാസിദിഹ, അതായത് ആക്ഷൻസിന്റെ ആത്മാവെന്ന് പറയുന്നത് നീയത്താണ് അഥവാ ഇന്റൻഷനാണ്. ഇവിടെ ഫാത്തിമ തെഹ്ലിയയുടെ ആക്ഷന്റെ ഇന്റൻഷൻ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യൽ മാത്രമാണ്. അത് ഏകദൈവ വിശ്വാസമോ യഹോവയോ അള്ളാഹുവിനെയോ ആരെയും ബാധിക്കുന്ന ഒരു കാര്യമല്ല. ദൈവീകമല്ലാത്തൊരു കാര്യത്തിൽ, അല്ലെങ്കിൽ കൊമേഴ്ഷ്യലായ ഒരു കാര്യത്തിൽ, സാമൂഹികമായ കാര്യത്തിൽ ദൈവശാസ്ത്രം കൊണ്ടുവന്നാൽ അനാവശ്യമായ പ്രശ്നങ്ങളല്ലേ അതുണ്ടാകും. നമ്മുടെ നാട്ടിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ തൊട്ട്, അതായത് ഏകദേശം 10,000 വർഷം മുമ്പ് വരെ ഈ അവിടുത്തെ മൗണ്ടുകളിൽ ചെറിയ ചെറിയ ക്ലേ ചിരാതുകൾ കണ്ടിട്ടുണ്ടെന്ന് നമ്മുടെ ചരിത്രം പറയുന്നുണ്ട്. നമ്മുടെ നാട് 10,000 വർഷങ്ങളായി ആഘോഷിക്കുന്ന ഒരു കാര്യമാണ്. അതിനോട് നമുക്ക് എതിർപ്പ് പ്രകടിപ്പിക്കുന്നതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന കാര്യത്തിൽ സംശയമില്ല. നേരത്തെ പറഞ്ഞതുപോലെ യൂസഫ് അലി സാറിനെ പോലുള്ളവർ, മഹാനായ മമ്മൂട്ടി സാറിനെ പോലുള്ളവർ, ഒരുപാട് പേർ ഇത്തരം കാര്യം പറയുന്നു. പക്ഷേ ഐ അക്നോളജ്, അതായത് മുസ്ലിം ലീഗിൽ തന്നെയുള്ള, മുസ്ലിം സമൂഹത്തിൽ തന്നെയുള്ള ഒരു വിഭാഗം ആൾക്കാർക്ക് പണ്ട് മുതലേ ഇതിനോട് റിസർവേഷൻ ഉണ്ട്. ഏറ്റവും ആദരണീയനായ ബഹുസ്വരവാദിയായ പാണക്കാട് തങ്ങളടക്കം ജോൺ ബ്രിട്ടാസാറിന് കൊടുത്തൊരു ഇന്റർവ്യൂവിൽ ഇതിനെക്കുറിച്ചൊരു എതിരഭിപ്രായം പറയുന്നുണ്ട്. പക്ഷേ പൊതുസമൂഹത്തിന്റെ ഭാഗമായി വരുമ്പോൾ നിയ്യത്ത്, അല്ലെങ്കിൽ നിയ, അല്ലെങ്കിൽ ഇന്റൻഷൻ, അല്ലെങ്കിൽ ഉദ്ദേശമാണ് പ്രധാനം. ഇത് ഇസ്ലാമികമായും തെറ്റല്ല. കാര്യം അവിടെ ഫാത്തിമ തഹ്ലിയ പോയത് ദൈവശാസ്ത്രപരമോ ആത്മീയമോ അല്ലെങ്കിൽ വിശ്വാസപരമായ ഒരു കാര്യത്തിനെ അല്ല, ഒരു കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റിന്റെ അല്ലെങ്കിൽ ഒരു കടയുടെ ഉദ്ഘാടനത്തിന് വേണ്ടിയാണ്. അവിടേക്ക് ദൈവശാസ്ത്രം അനാവശ്യമായി കൊണ്ടുവന്നാൽ അത് സമൂഹത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കിയേ ചെയ്യൂ. ഹിന്ദു മുസ്ലിം ഐക്യത്ത് എന്നുള്ള പ്രോജക്റ്റിന് കൂടുതൽ വിഘാതം ഉണ്ടാക്കിയേ ചെയ്യൂ, അല്ലെങ്കിൽ മതസൗഹാർദ്ദം എന്നുള്ള പ്രോജക്റ്റിന് വിഘാതം ഉണ്ടാക്കിയേ ചെയ്യൂ. അതുകൊണ്ട് അതിന്റെ ഇന്റൻഷൻ നോക്കണമെന്നുള്ളതാണ് എനിക്ക് ശ്രീ മുഹമ്മദ് അമീറിനോടും ശ്രീ അബ്ദുൽ ഹമീദിനോടും പറയുന്നുള്ളത്. അവരും ഉറപ്പിക്കും, എനിക്ക് ഉറപ്പുണ്ട്. ഇതിന്റെ നിയത്ത്, അല്ലെങ്കിൽ ഇതിന്റെ ഉദ്ദേശം, ഇതിന്റെ ഇന്റൻഷൻ ദൈവശാസ്ത്രപരമല്ല, സാമൂഹികമോ വ്യാവസായികവുമാണ്. അതിന് ആവശ്യമില്ലാത്ത രീതിയിൽ നിരുത്സാഹപ്പെടുത്തേണ്ട കാര്യമുണ്ടോ എന്ന് അവർ പുനർചിന്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ശരി, ശ്രീ അബ്ദുൽ ഹമീദ്, അതിനുള്ള മറുപടി. ഇതിന്റെ ഉദ്ദേശം, ഇപ്പോൾ തഹ്ലിയ അവിടെ ഒരു റെസ്റ്റോറന്റിന്റെ ഉദ്ഘാടന ചടങ്ങിലാണ് നിലവിളക്ക് കൊളുത്തിയത്. അപ്പോൾ അതിന്റെ ഉദ്ദേശത്തെ പോലും നിങ്ങൾ മാനിക്കുന്നില്ല എന്നാണോ? വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പ്രയോഗമാണ്. നമ്മൾ ഈ ഒരാൾ എന്തുദ്ദേശിച്ചു എന്നുള്ളത് നമ്മൾ ആരാണത് റീഡ് ചെയ്യുന്നത്? ഇസ്ലാമിൽ ഉള്ള ആശയം തന്നെയാണത്. പിന്നെ ഒരാളുടെ ഇൻറ്റൻഷൻ അനുസരിച്ചാണ് അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങൾ അളക്കപ്പെടുന്നത്, പ്രതിഫലം നൽകപ്പെടുന്നത് എന്നുള്ളത്. പക്ഷെ അതിനർത്ഥം ഒരാൾക്ക് നല്ലത് ഉദ്ദേശിച്ചുകൊണ്ട് ഇസ്ലാമിൽ ഹറാമായി പറഞ്ഞ ഒരു കാര്യം ചെയ്യാൻ പറ്റും എന്നല്ല. മറിച്ച് പറഞ്ഞിട്ടുണ്ട് വിളക്ക് കത്തിക്കുന്ന ഹറാമാണെന്ന് ഇസ്ലാമിൽ എവിടെ പറഞ്ഞിട്ടുണ്ട്? ഖുർആനിൽ എവിടെ പറഞ്ഞിട്ടുണ്ട്? വിഷയം പറഞ്ഞത് വിളക്കിന്റെ പറയണമല്ലോ, അത് ഹറാമാണെന്ന് പറയുകയാണെങ്കിൽ വിളക്ക് കത്തിക്കുന്ന ഹറാമാണെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അഗ്രസീവായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ടും പറയാം. അത് ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിലുള്ള വിവിധ ഹൈന്ദവ സമൂഹങ്ങൾ ആചരിക്കുന്ന കാര്യങ്ങൾ, കൊണ്ടു നടക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാവരും ഒരുപോലെ അടങ്ങിയിരിക്കോ? ഞാൻ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിലേക്ക് കേൾക്കൂ, ഒരു വെജിറ്റേറിയൻ ഹോട്ടലിലേക്ക് ഞാൻ ഒരു പ്ലേറ്റ് ബീഫുമായിട്ട് പോയിട്ട് അവിടെ കഴിച്ച എന്താ കുഴപ്പമുള്ളത്? പറ്റില്ലല്ലോ. അപ്പൊ അവിടെ അല്ല, എന്റെ ഇന്റൻഷൻ അവിടെ ഭക്ഷണം കഴിക്കണം എന്നുള്ളൂ.
നെയ്യത്തിന്റെ ഞാൻ അത്രേ അടിസ്ഥാനത്തിലല്ലേ ഉദ്ദേശിച്ചുള്ളൂ. അതിന്റെ എനിക്ക് കർമ്മഫലം വിശപ്പുണ്ട്. ഇവിടെ രാഹുൽ ഈശ്വർ വളരെ വാലിഡ് ആയിട്ടുള്ള കാര്യമാണ് അപ്പൊ പറഞ്ഞത്. അവിടെ അല്ലല്ല ഇത് അല്ല, അബ്ദുൽ തെറ്റിദ്ധരിപ്പിക്കരുത്. ഹമീദ് സാർ, ഞാൻ ഒരു ചോദ്യം ചോദിച്ചു, ഇടയ്ക്ക് കയറുന്നതിന് ക്ഷമിക്കണം. ഞാൻ ഇസ്ലാമിക തത്വങ്ങൾ പ്രകാരമല്ലേ കോട്ട് ചെയ്തത്. ഈ നിയ്യത്ത് അഥവാ ഇന്റൻഷൻ അല്ലേ പ്രധാനം? അങ്ങേക്കെങ്കിലും അഭിപ്രായമുണ്ടോ ഫാത്തിമ തഹലിയുടെ നിയ്യത്ത് വേറെ എന്തെങ്കിലും ആയിരുന്നു എന്ന്? അല്ല ഇവിടെ ഇന്റൻഷൻ യഥാർത്ഥത്തിൽ അവിടെയാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത്. എന്താ ഇന്റൻഷൻ വെച്ചുകൊണ്ട് ഒരു മുസ്ലിം കള്ളു കുടിച്ചു, അതുകൊണ്ട് ഇത് അമലാണോ? കള്ളുകൂടി അത് ഹലാലാണ് അമലായിട്ടാണ് വരുന്നത്. അല്ലെങ്കിൽ കള്ള് അനുവദനീയമാണ്. കുടിക്കുന്നത് കള്ള് കുടിക്കാനുള്ള ഇന്റൻഷനോട് കൂടിയല്ലേ കുടിക്കാൻ പറ്റൂ. അവിടെ എന്താണ് ചെയ്തത്, ആ ചെയ്ത പ്രവൃത്തിയെ കൂടെ വിലയിരുത്തേണ്ടി വരും. ആ ചെയ്ത പ്രവൃത്തിക്ക് പിറകിലുള്ള അല്ല അവിടെ തെറ്റുണ്ട്. അതായത് കള്ള് കുടിക്കുക എന്ന് പറയുന്നത് ഇൻഹറന്റ്ലി ഹറാമായിട്ടുള്ള സാധനമാണ്. വിളക്ക് കത്തിക്കുക എന്ന് പറയുന്നത് ഇൻഹറന്റ്ലി ഹറാമല്ല. നിങ്ങൾ എന്തിനാണ് മാംഗോസ് ടു ആപ്പിൾസ് കമ്പയർ ചെയ്യല്ലേ പ്ലീസ്? വിളക്ക് കത്തിക്കുക എന്ന് പറയുന്നത് ഹറാമാണെന്ന് ഇസ്ലാമിൽ എവിടെയുള്ളത്? ഇവിടെ വിളക്കല്ല, നിലവിളക്കാണ് അതെങ്ങനെ കത്തിക്കുന്നത്. ശുരുക്കാവുക? അപ്പൊ പള്ളികളിൽ വിളക്ക് കത്തിക്കാറില്ലേ? നിലവിളക്കിന് വിളക്ക് കത്തിക്കാറില്ലേ? പള്ളിയിൽ വിളക്ക് കത്തിക്കാറില്ലേ? പള്ളിയിൽ വിളക്ക് കത്തിക്കാറില്ലേ? നമ്മള് വിളക്ക് കത്തിനല്ലോ ഇല്ലേ? പറഞ്ഞല്ലോ. അപ്പൊ പിന്നെ എങ്ങനെ ഇൻഹറന്റ്ലി ഹറാമാണെങ്കിൽ ഇൻഹറന്റ്ലി എങ്ങനെ ഹറാമാവും? വെറുതെ കത്തിച്ചോളൂ. വിളക്ക് കത്തിക്കൽ ഇൻഹറന്റ്ലി ഹറാമാണോ അല്ലേ? അല്ല, ഇവിടെ ആരാധനയുടെ ഭാഗമല്ലല്ലോ, അതാണല്ലോ സംശയം. സിമ്പിൾ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ആരാധനയുടെ ഭാഗമല്ലല്ലോ ശ്രീ ഹമീദ്. ഇതിനകത്ത് ഒരു മിനിറ്റ് വിളക്ക് കത്തിക്കൽ അല്ല, അതേ പറയട്ടെ, inherently ഹമീദ് ഹറാമാണ്. പറയട്ടെ, അബ്ദുൽ ഹമീദ് പറയട്ടെ. ഈ വിളക്ക് കൊളുത്തുന്നതുമായി ബന്ധപ്പെട്ട് മതപരമായി എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇപ്പൊ നേരത്തെ അമീർ പറഞ്ഞു, ഈ 5 തിരി കത്തിക്കുന്നതിന് സങ്കല്പമുണ്ട്, 2 തിരി കത്തിക്കുന്നതിന് സങ്കല്പമുണ്ട്. മാത്രമല്ല 5 തിരി ശിവന്റെ 5 മുഖങ്ങളാണ് എന്ന് സങ്കല്പിക്കപ്പെടുന്നു. അത് തീപ്പെട്ടിക്കൊള്ളി കൊണ്ട് കത്തിക്കാൻ പറ്റൂല, അത് കരിന്തിരി ഒരു തിരി കത്തിച്ച കുഴപ്പമില്ല. 7 ഗസ്റ്റ് വന്ന 7 തിരിയിടും, 9 ഗസ്റ്റ് വന്ന 9 തിരിയിടും. അത്രേ ഉള്ളൂ. അതാണ് സാമൂഹികമായി നടക്കുന്നത്. അത് ഇപ്പൊ നിങ്ങൾ കൊണ്ടുവന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാവും. ഇപ്പോഴത്തെ കാര്യമല്ലേ അത്? ഇവിടെ ഇപ്പോഴത്തെ കാര്യമല്ലേ നമ്മൾ പറയേണ്ടത്? നിങ്ങൾ മതപരമായി അതിന്റെ താല്പര്യം കൂടെ ഇതിൽ അന്തർലീനമാണ്. അത് ഒരു കാര്യം. നിഷേധിക്കരുതെന്നാ പറയുന്നത്. ശ്രീ അബ്ദുൽ ഹമീദ്, ഇത് വലിയൊരു സമ്മർദ്ദം നിങ്ങൾ ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ സംസ്ഥാന മന്ത്രിസഭയിലെ മുസ്ലിം മന്ത്രിമാർക്ക് പോലും ഈ സമ്മർദ്ദത്തിൽ അടിപ്പെടേണ്ടി വരികയാണ്. ഇനി അങ്ങോട്ടുള്ള ചടങ്ങുകളിൽ അവർക്ക് ധൈര്യമായിട്ട് പോയി നിലവിളക്ക് കൊളുത്താൻ പറ്റില്ല. ഒരു പോയിന്റ് കൊളുത്തിയത് മാത്രമല്ല വിവാദം, വിവാദമാണ്. സോഷ്യൽ മീഡിയ ഒരാൾ സംസാരിക്കൂ. അനിൽ എന്താണ്? എനിക്കൊരു സംശയം. ശ്രീ അമീർ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. നിലവിളക്കിന്റെ മുകളിൽ ശിവനും നടുക്ക് ലക്ഷ്മിയും താഴെ ശ്രീകൃഷ്ണനും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.